ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഈക്വലൻ ടു പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് LHS അല്ലെങ്കിൽ RHS വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ LHS എടുത്തു. LHS നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്കറിയാം. പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഈക്വലൻ ടു നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ്. അപ്പോൾ അത് ഞാൻ ഈ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ പ്ലേസിൽ എഴുതി. അതിനുശേഷം നമ്മൾ അടുത്തത് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ നെഗേഷനോ ദെൻ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് വന്നു. അപ്പോൾ അവിടെ അടുത്തത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരു ബ്രാക്കറ്റിന് വെളിയിൽ ഒരു നെഗേഷൻ കോമൺ ആയിട്ട് കിടക്കുവാണെങ്കിൽ ഈ നെഗേഷൻ എടുത്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ട് ടേമിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നെഗേഷൻ പി ഫസ്റ്റ് ടേം ഇവിടുത്തെ നമ്മുടെ നെഗേഷൻ പി ആണ്, അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ക്യൂ എന്ന് പറയുന്നതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൂടാതെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഓറായിട്ട് കിടക്കുന്ന സിമ്പൽ നമുക്ക് ആൻഡ് ആയിട്ട് മാറും. അപ്പം നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി, ദെൻ ഓറ് മാറി ആൻഡായി, ദെൻ നെഗേഷൻ ക്യൂ എന്ന് വന്നു. ഇനി നെഗേഷൻ ഇൻറ്റു നെഗേഷൻ എന്ന് പറയുന്നത് യൂസിങ് ഡബിൾ നെഗേഷൻ ഇറ്റ് ഈസ് പി ആണ്. അപ്പോൾ പി ആൻഡ് നെഗേഷൻ ക്യൂ, അതാണ് നമ്മുടെ RHS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് RHS ആയിട്ട് തന്നെ കിട്ടി, അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പി ഓർ ക്യൂ ആൻഡ് പി ഓർ നെഗേഷൻ ക്യൂ or Q, it will be logically equivalent to P or Q എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ LHS ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ LHS എടുത്ത് എഴുതി. LHS എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നോക്കിയിട്ട് ഇവിടെ P or Q ആൻഡ് ദെൻ P or നെഗേഷൻ Q എന്നാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് P or Q intersection R is equal to P or Q and P or R എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ അതേപോലെ ഒരു ആ ഫോർമാറ്റ് കിടക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു സ്ഥലത്ത് അതേപോലെയുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. P or Q ദെൻ ആൻഡ് P or ആറിന്റെ പ്ലേസിൽ ഇവിടെ നമുക്ക് കിടക്കുന്നത് നെഗേഷൻ Q ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ അതുപോലെ മാറ്റി നമുക്ക് പറയാം P or Q or R എന്നുള്ളതിന് പകരം ഇവിടെ ആറിന്റെ സ്ഥാനത്ത് നെഗേഷൻ Q എന്ന് കൊടുത്താൽ മതി. കാരണം ഇവിടെ നമുക്ക് ആറിന്റെ പ്ലേസിൽ നെഗേഷൻ Q ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് അതേപോലെ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് P or ദെൻ Q ആൻഡ് ആറിന്റെ പ്ലേസിൽ നെഗേഷൻ Q, ദെൻ ഈ ഓർ Q എന്ന് പറയുന്നത് അതേപോലെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത് നോക്കി Q ദെൻ ആൻഡ് നെഗേഷൻ Q. അപ്പോൾ ഏതായാലും ഏത് സ്റ്റേറ്റ്മെന്റ് ആയാലും ആ ഒരു ടേമും അതിന്റെ നെഗേഷനും കൂടെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇത് ഇൻവേഴ്സ് ലോയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് P or F എന്ന് വരും. അതായത് Q ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നതിന്റെ വാല്യൂ ഫോൾസേ വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ സപ്പോസ് Qന്റെ വാല്യൂ 0 ആണ്, അല്ലെ 0 എന്നല്ല സോറി, ഇപ്പം F ആണ്, ദെൻ F ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നത് അപ്പോൾ T ആയിരിക്കും. അപ്പോൾ F ആൻഡ് T എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും വാല്യൂ F വരത്തുള്ളൂ. അതുപോലെ T ആൻഡ് F എന്ന് പറഞ്ഞാലും ആൻസർ F വരത്തുള്ളൂ. അപ്പോൾ രണ്ട് കേസായാലും നമുക്ക് കിട്ടുന്ന ആൻസർ F ആണ്. സോ P or F എന്ന് വന്നു. ദെൻ ഈ നെഗേഷൻ Q അതേപോലെ എഴുതി. ഇനി ഇവിടെ P or F ആണ്. അപ്പോൾ പിയുടെ വാല്യൂ, സപ്പോസ് പിയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ട്രൂ ഓർ F എന്ന് കൊടുത്തു. ട്രൂ ഓർ ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? ട്രൂ വരും. ഇനി അടുത്തത് ഞാൻ പിയുടെ വാല്യൂ ഫോൾസ് കൊടുത്തു. അപ്പോൾ ഫോൾസ് ഓർ ഫോൾസ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ആൻസർ ഫോൾസ് വരും. അപ്പോൾ രണ്ട് കേസിലായാലും നമുക്ക് നോക്കിയാൽ കാണാം ആ പിയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ P or F എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ആൻസർ P ആണ്. ദെൻ ഈ ഓർ Q എന്നുള്ളതിനെ എടുത്ത് അതുപോലെ എഴുതി. അപ്പോൾ P or Q എന്ന് വന്നു. ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോ ആണ്. അതായത് ഐഡന്റിറ്റി ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു P or F ഈക്വൽ ടു P എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് നമുക്ക് ഐഡന്റിറ്റി ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം അങ്ങനെ ഐഡന്റിറ്റി ലോ കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് RHS കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P bidirectional Q. P bidirectional Q is logically equivalent to P intersection Q or negation P intersection അല്ല സോറി, ഇത് P and Q or negation P and negation Q ഇങ്ങനെ വേണം വരാൻ.
അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബൈഡയറക്ഷണൽ പി ബൈഡയറക്ഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആർ എസ് എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആർ എസ് എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടേമിൽ ഇന്റർസെക്ഷൻ, സെക്കൻഡ് ടേമിലും കിടക്കുന്ന ഇന്റർസെക്ഷൻ, ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ മാത്രം ഓർ വാല്യൂ. അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി, ഇതിനെ ഞാൻ പി ടേം ആയിട്ടും ഇതിനെ ക്യൂ ടേം ആയിട്ടും കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെ പി ടേം അതേപോലെ എഴുതി, അതായത് പി ആൻഡ് ക്യൂ എന്നുള്ളത് അതുപോലെ എഴുതി, ദെൻ ഓർ, എന്നിട്ട് ഈ ഉള്ള ടേമിന് ഇത് ക്യൂവും ഇത് ആറും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിനെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതുന്നത്. അപ്പൊ പി ഓർ ക്യൂ വന്നു, ദെൻ ഇന്റർസെക്ഷൻ പി ഓർ ആർ. ആറിന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നെഗേഷൻ ക്യൂ ആണ്. അപ്പൊ ഇവിടെ പി ഓർ ക്യൂ, ദെൻ ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്കിന് പി ഓർ ആർ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മളപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് ആദ്യം എഴുതിയതിന് ശേഷം ഇനി അടുത്തത് ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി. അപ്പൊ ഇതിനെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഗെയിൻ നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഇതിനെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ആൻഡ് സിമ്പൽ ആണ്, ഇവിടെ ഓർ സിമ്പൽ. അപ്പൊ ഇതിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പി ഓർ നെഗേഷൻ പി, ഈ പിയും ഇവിടെ ഓർ നെഗേഷൻ പി കൊടുത്തു. ദെൻ അടുത്ത എന്താ, ഈ ഒരു ആൻഡ് സിമ്പൽ ഇവിടെ വന്നു, ദെൻ ക്യൂ ഓർ നെഗേഷൻ പി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ടേമിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. ഈ ഒരു ടേമിനെ വെച്ചിട്ട് ഇവിടെയുള്ള രണ്ട് ടേമിന്റെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് റൈറ്റ് സൈഡിലും അതേപോലെ ചെയ്തു. ഇവിടെ പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ ക്യൂ എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് പി ആൻഡ് നെഗേഷൻ ക്യൂ, ദെൻ പി ഓർ നെഗേഷൻ ക്യൂ, ദെൻ ഈ ആൻഡ് എടുത്ത് ഇവിടെ എഴുതി, എന്നിട്ട് ക്യൂ ഓർ നെഗേഷൻ ക്യൂ എന്ന് വന്നു. ഓക്കെ, ഇനി പി ഓർ നെഗേഷൻ പി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ രണ്ടിലോ പി ഓർ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലോ ആണ്. ഇൻവേഴ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് പി ഓർ നെഗേഷൻ പിയുടെ വാല്യൂ ഇവിടെ ഓർ വരുമ്പോഴത്തേക്കിന് ഏതിൻ്റെയെങ്കിലും കൂടെ ഒരു ടേമും അതിന്റെ ഇൻവേഴ്സ് ടേമും ഉണ്ട്, ഓർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ട്രൂ വാല്യൂ ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ ട്രൂ ആണ് ടി. ദെൻ ആൻഡ് ഈ ക്യൂ ഓർ നെഗേഷൻ പിയെ ഞാനൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടു. ഓക്കെ, തിരിച്ചിട്ടപ്പോഴത്തേക്കിന് പി നെഗേഷൻ പി ഓർ ക്യൂ എന്ന് വരും. ദെൻ ഈ ഒരു ഇന്റർസെക്ഷൻ അതേപോലെ പി ഓർ നെഗേഷൻ ക്യൂ അതും അതുപോലെ എഴുതി. ഇവിടെയും അതുപോലെ ക്യൂ ഓർ നെഗേഷൻ ക്യൂ ആണ്. അപ്പൊ ഇവിടെയും ഓർ സിമ്പൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ഇനി ഈ ട്രൂ ഓർ നെഗേഷൻ പി ഓർ ക്യൂ. അപ്പൊ ട്രൂ ഓർ നെഗേഷൻ പി ഓർ ക്യൂ നമ്മൾ ടിയുടെ കൂടെ ആൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ടേം എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ സപ്പോസ് ഓർ ആയിരുന്നുണ്ടെങ്കിൽ മാറും. ഓക്കെ, ഇവിടെ നമുക്ക് ആൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ സിമ്പൽ ഏതാണോ അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പൊ ടി ആൻഡ് നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ ക്യൂ ആണ് വരുന്നത്. ദെൻ ഈ ആൻഡ് സിമ്പൽ അതേപോലെ എഴുതി. ദെൻ ഇവിടെ അതുപോലെ തന്നെയാണ് പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് ടി. അപ്പൊ ഈ ആൻഡ് ടി വരുന്നത് കൊണ്ട് നമുക്കിവിടെ ഈ ടേം തന്നെ വരും. അപ്പൊ പി ഓർ നെഗേഷൻ ക്യൂ തന്നെ വന്നു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഈ ഡബിൾ നെഗേഷന്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പി ഇംപ്ലൈസ് ക്യൂനെയാണ് നമ്മൾ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ ഇതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലുള്ളതിനെ എടുത്ത് ഇവിടെ എനിക്ക് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യൂ ഇംപ്ലൈസ് പി എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു നെഗേഷൻ ക്യൂ ഓർ പി എന്നും കൊടുക്കാമല്ലോ, രണ്ട് സെയിം അല്ലേ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്, നെഗേഷൻ ക്യൂ ഓർ പി അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ക്യൂ ഇംപ്ലൈസ് പി എന്നും കൊടുക്കാം. ഇനി പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബിൾ നെഗേഷൻ ആണ്. ഇത് നമ്മൾ ലോയ്ക്കകത്തിൽ പറയുന്ന കാര്യം. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഇവിടെ LHS കിടക്കുന്നത്. പി ഡബിൾ ഇംപ്ലൈസ് അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ ക്യൂ ഈസ് ഈക്വലൻ ടു
ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് പി ഇന്റർസെക്ഷൻ പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ ആർ എച്ച് എസ് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൽ എച്ച് എസ് കറക്റ്റ് ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗേഷൻ ഓഫ് പി ബൈഡയറക്ഷണൽ ക്യൂ ഈസ് ലോജിക്കലി ഈക്വലന്റ് ടു പി ബൈഡയറക്ഷണൽ നെഗേഷൻ ക്യൂ ആണെന്ന് കാണിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇവിടെയും നമ്മൾ ആർ എസ് എസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആർ എസ് എസ് ആണ്. ആർ എസ് എസ് ഈസ് ഈക്വൽ ടു പി ബൈഡയറക്ഷണൽ നെഗേഷൻ ക്യൂ. ഇനി പി ബൈഡയറക്ഷണൽ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അതിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പി ആൻഡ് ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോയ്ക്കകത്ത് വരുന്ന ബൈ ഡയറക്ഷണൽ ലോസ് എന്ന് പറയുന്നത് ലോജിക്കൽ ഇക്വലൻസസ് ഇൻവോൾവിങ് ബൈ കണ്ടീഷണൽസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4 അപ്പൊ അതിൽ വരുന്ന ഒരെണ്ണമാണ്. അപ്പൊ അതനുസരിച്ച് നമ്മളിവിടെ പി ക്യൂ പി ബൈ ഡയറക്ഷണൽ ക്യൂവിന്റെ കേസാണ് നമ്മൾ ഈ പറയുന്നത്. പി ബൈ ഡയറക്ഷണൽ ക്യൂ ആണെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ നമുക്ക് പി ബൈ ഡയറക്ഷണൽ നെഗേഷൻ ക്യൂ ആണ്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ക്യൂവിന്റെ പ്ലേസിലെല്ലാം നെഗേഷൻ ക്യൂ വരും. അപ്പൊ നോക്കി, ഇവിടെ പി ബൈ ഡയറക്ഷണൽ നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പി ആൻഡ് നെഗേഷൻ ക്യൂ, ഇവിടെ പി ആൻഡ് ക്യൂവിന്റെ പ്ലേസിൽ പി ആൻഡ് നെഗേഷൻ ക്യൂ വരും. ദെൻ ഓർ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നാണ്. ഇവിടെ നമുക്ക് നെഗേഷൻ ക്യൂവിന്റെ സ്ഥാനത്ത് ക്യൂവിന്റെ ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗേഷൻ ക്യൂ എന്ന് വരുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി ഒരു നെഗേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നെഗേഷൻ ഇൻറ്റു നെഗേഷൻ വരും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് വെറും ക്യൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടിയത് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി. അതിനുശേഷം നമ്മൾ ഇനി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് പി ഫസ്റ്റ് ടേം പി, ഇത് ക്യൂ, ഇത് ആറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ പി ആൻഡ് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ, അതായത് പി ആൻഡ് ക്യൂ പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ എന്നുള്ള പോലെ. അപ്പൊ ഇവിടെ നമ്മുടെ ക്യൂവും ആറും ഏതാന്ന് നോക്കുന്നു. അപ്പൊ ക്യൂ ആറിന്റെ അനുസരിച്ച് നമ്മൾ ഇവിടെ പി ആൻഡ് നെഗേഷൻ ക്യൂ, ഇത് മൊത്തത്തിലാണ് നമ്മൾ പി ടേം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടേമിനെ കംപ്ലീറ്റ്ലി പി ടേം ആയിട്ട് കൺസിഡർ ചെയ്ത്, സോ പി ആൻഡ് നെഗേഷൻ ക്യൂ അതേപോലെ തന്നെ വരും. ദെൻ ഓർ ഇവിടെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ നെഗേഷൻ, ഇത് ക്യൂ ടേം ആണ് നെഗേഷൻ പി, ഇത് ആർ ടേം ആണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടെ നോക്കിക്കേ, നമുക്ക് പി ഓർ നെഗേഷൻ പി എന്ന് പറയുന്നുണ്ട്. ഏതിന്റെ കൂടെ ആയാലും നമ്മൾ ഓർ ഇട്ട് ഒരു ടേമും അതിന്റെ തന്നെ നെഗേഷൻ കൊടുക്കുകയാണെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞു. സോ ഇതിന്റെ ടേം വാല്യൂ ട്രൂ ആകും. ദെൻ ആൻഡ് ഇവിടെ നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ ക്യൂ, അതിന് നമ്മൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. കമ്മ്യൂട്ടേറ്റീവിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ തിരിച്ചെഴുതി നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് കൊടുത്തു. ദെൻ ആൻഡ് പി ഓർ ക്യൂ അതേപോലെ എഴുതി. ഇവിടെയും അതേപോലെ തന്നെ നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആ വരുന്നത്, അതിന്റെ വാല്യൂ ട്രൂ വരും. അപ്പൊ ട്രൂ ആൻഡ് ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ എന്താ, ആ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് പി ഓർ ക്യൂ ആൻഡ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പി ഓർ ക്യൂ തന്നെ വരും. അപ്പൊ ഈ രണ്ട് ടേം മാത്രമായി. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടേമിൽ രണ്ടിടത്തും നെഗേഷൻ കിടപ്പുണ്ട്. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെഗേഷനെ ഇനി പുറത്തെടുക്കാൻ പറ്റും. നെഗേഷൻ പുറത്തെടുക്കുന്ന ഡിമോർഗൻസ് ലോ. അപ്പൊ നെഗേഷനെ പുറത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സിമ്പൽ ഓർ സിമ്പൽ മാറി അവിടെ ആൻഡ് ആകും. അപ്പൊ ഇവിടെ നെഗേഷൻ ദെൻ ഇൻറ്റു നെഗേഷൻ കോമൺ ആയിട്ട് എടുത്തു, ദെൻ പി ആൻഡ് ക്യൂ എന്ന് വരും. ദെൻ ഈ ഒരു ആൻഡ് പി ഓർ ക്യൂ എന്നുള്ളത് അതേപോലെ തന്നെ എടുത്ത് എഴുതി. ഇനി നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ദെൻ ഓർ, ഈ ഒരു പി ഓർ ക്യൂവിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്ന പി ഓർ ക്യൂവിനെ മാറ്റി
ഈ ഒരു പി ഓർ ക്യൂവിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഓർ ക്യൂ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അതായത് നമുക്കിവിടെ ഒരു നെഗേഷൻ ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഇപ്പൊ ഇതിനെ നമ്മളൊന്ന് നെഗേഷൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാ വരുന്നത്? നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി, ദെൻ നെഗേഷൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓറാകും. അടുത്തത് ഇതുപോലെ തന്നെ നെഗേഷൻ ഇൻറ്റു നെഗേഷൻ ക്യൂ. ഇപ്പൊ നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി എന്ന് പറയുന്നത് പി ആണ്, ദെൻ ഓർ സിമ്പിൾ അതേപോലെ എഴുതി. നെഗേഷൻ ഇൻറ്റു നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ പി ഓർ ക്യൂവിനെ വേണമെങ്കിൽ ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നെഗേഷൻ വെളിയിലെടുത്തിട്ട് നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ. അപ്പോൾ ഇപ്പൊ നോക്കിക്ക്, ഇപ്പൊ നമുക്ക് രണ്ട് ടേമിനും നെഗേഷൻ കോമൺ ആയി. ഈ ഫസ്റ്റ് ടേമിനും നെഗേഷൻ ഉണ്ട്, സെക്കൻഡ് ടേമിനും നെഗേഷൻ ഉണ്ട്. അപ്പൊ നെഗേഷനെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. സോ നെഗേഷൻ ഇൻറ്റു പി ഇന്റർസെക്ഷൻ ക്യൂ, ദെൻ ഇന്റർസെക്ഷൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ. ഇനി നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ, ഈ നെഗേഷൻ കോമൺ ആയിട്ട് തന്നെ വെക്കും. നെഗേഷൻ ഇൻറ്റു പി ഇന്റർസെക്ഷൻ ക്യൂ, സോറി ഇത് ഇന്റർസെക്ഷൻ അല്ല ആൻഡ് ആണ്, പി ആൻഡ് ക്യൂ ദെൻ ആൻഡ് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നതിന് നമുക്ക് പി ബൈ ഡയറക്ഷണൽ ക്യൂ എന്ന് പറയും. അതും നമ്മുടെ കയ്യിൽ ആ ലോട്ടിനകത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് കൊടുക്കാം. സോ നെഗേഷൻ ഇൻറ്റു പി ബൈ കണ്ടീഷണൽ ക്യൂ വരും. പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു നമ്മുടെ എല്ലാ ടെസ്റ്റ് നെഗേഷൻ ഇൻറ്റു പി ബൈ കണ്ടീഷണൽ ക്യൂ. അപ്പൊ നമുക്ക് എല്ലാ ടെസ്റ്റും ഒന്ന് കിട്ടും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, യൂസ് ലോജിക്കൽ ഇക്വലൻസസ് ടു ഷോ ദാറ്റ് negation P or negation P and Q is a contradiction. ഒരു സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് വാല്യൂ ആകുമ്പോഴാണ് നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടേണ്ടത് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എഫ് ആയിട്ട് വരണം. അപ്പോൾ ഇതും നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ ട്രൂത്ത് ടേബിളിൽ നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് എഴുതി ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നെഗേഷൻ ദെൻ പി ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് കൊടുത്തു. ദെൻ ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നു, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നെഗേഷൻ പി, ഈ ഓർ മാറിയിട്ട് അവിടെ ആൻഡ് വന്നു. നെഗേഷൻ ഇൻറ്റു, അതായത് ഈ നെഗേഷൻ ഈ ഒരു ടേമിനും കൂടെ കൊടുത്തു. അപ്പം നെഗേഷൻ ഇൻറ്റു നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് വരും. ഇനി നെഗേഷൻ പി, ഫസ്റ്റ് നെഗേഷൻ പി അതുപോലെ എഴുതി, ആൻഡ് സിമ്പൽ വന്നു. ഇവിടെ നെഗേഷൻ ഇൻറ്റു നെഗേഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും, ഡബിൾ നെഗേഷൻ ലോ വെച്ചിട്ട്. ദെൻ പി ആൻഡ് ക്യൂ എന്ന് മാത്രം വരും. ഇനി നെഗേഷൻ പി ആൻഡ് പി, ഇവിടെ നമുക്ക് അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാം. അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അതായത് പി ഓർ ക്യൂ ഓർ ആർ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ പി ഓർ ക്യൂ ഓർ ആർ എന്ന് എഴുതാം. അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്, അതുപോലെ ആൻഡ് സിമ്പൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അത് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നെഗേഷൻ പി ആൻഡ് ഈ ബ്രാക്കറ്റിനെ നമ്മൾ ആൻഡ് പി ഇതിന്റെ കൂടെ എഴുതിയിട്ട് ദെൻ ആൻഡ് ക്യൂ എന്നുള്ളത് അസോസിയേറ്റീവ് ലോ വെച്ചിട്ട് എഴുതി. ഇനി ഏത് സ്റ്റേറ്റ്മെന്റിന്റെ ആയാലും കൂടെ നമ്മൾ ആൻഡ് സിമ്പൽ ഇട്ടതിന് ശേഷം അതിന്റെ നെഗേഷനും കൂടെ വരുമ്പോഴത്തേന് കിട്ടുന്ന വാല്യൂ എഫ് ആണ്. അപ്പൊ നെഗേഷൻ പി ആൻഡ് പി എന്ന് പറയുമ്പോഴത്തേക്കിന് എഫ് വരും. അപ്പൊ നെഗേഷൻ പി, സപ്പോസ് നെഗേഷൻ പി എഫ് ആണ്, എഫ് ആൻഡ് പി എന്ന് പറയുന്നത് നെഗേഷൻ പി എഫ് ആണെങ്കിൽ പി എപ്പോഴും പി എ വരത്തുള്ളൂ. അപ്പൊ എഫ് ആൻഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എഫേ വരത്തുള്ളൂ. അതേപോലെ തന്നെ സപ്പോസ് നെഗേഷൻ പി ഈസ് ട്രൂ അങ്ങനെയാണെങ്കിൽ ടി ആൻഡ് പി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, അപ്പോഴും ആൻസർ ഫോൾസേ വരത്തുള്ളൂ. അപ്പം നെഗേഷൻ പി ആൻഡ് പി അതിന്റെ വാല്യൂ എപ്പോഴും ഫോൾസേ വരത്തുള്ളൂ. ഫോൾസ് ആൻഡ് ഇവിടെ എഗെയിൻ കിടക്കുന്നത് ക്യൂ എന്ന് പറയുന്ന വാല്യൂ, അതിനെ നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ നോക്കിയിട്ട് ഇവിടെ എഫിന്റെ കൂടെ ഒരു വാല്യൂ ആൻഡ് ചെയ്തിരിക്കുക, അപ്പൊ കിട്ടുന്ന വാല്യൂ എന്തായാലും എഫേ വരത്തുള്ളൂ. സോ ഫൈനൽ ആൻസർ ഈസ് എ കോൺട്രഡിക്ഷൻ. ഇനി നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ ഈസ് എ ടോട്ടോളജി. അപ്പൊ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഫൈനൽ ആൻസർ ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ. ഇനി പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്,
നെഗേഷൻ പി ഓർ ക്യൂ എന്ന് എഴുതാം അല്ലേ. അപ്പൊ അതേപോലെ ഇതെന്റെ പി ടേം ആണ്, ഇതെന്റെ ക്യൂ ടേം ആണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതേപോലെ എഴുതുമ്പോഴത്തേന് എനിക്ക് നെഗേഷൻ പി ടേമിന് പകരം പി ആൻഡ് ക്യൂ എന്നുള്ളത് വന്നു. ദെൻ അടുത്തത് ഓർ സിമ്പൽ ഇട്ടു. ദെൻ എൻ്റെ ക്യൂ ടേം അതുപോലെ പി ഓർ ക്യൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ പി ആയിട്ട് ഈ ടേമിനെയും കൺസിഡർ ചെയ്തു, ക്യൂ ആയിട്ട് ഈ ടേമിനെയും കൺസിഡർ ചെയ്തു. ഇനി ഇങ്ങനെ ഇട്ടതിന് ശേഷം അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇവിടെ നെഗേഷൻ ഇൻറ്റു പി ആൻഡ് ക്യൂ എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നെഗേഷൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നെഗേഷൻ പി ആൻഡ് മാറി ഓറായി, ദെൻ നെഗേഷൻ ക്യൂ. ദെൻ ഈ ഓർ അതുപോലെ വന്നു, പി ഓർ ക്യൂ എന്നുള്ളത് അതേപോലെ എഴുതി. അപ്പം നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ, ദെൻ ഓർ നെഗേഷൻ നെഗേഷൻ അല്ല, പി ഓർ ക്യൂ. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിടക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് നെഗേഷൻ പി ഓർ പി, ഡിമോർഗൻസ് അല്ല, നമ്മൾ അസോസിയേറ്റീവ് ലോയും കമ്മ്യൂട്ടേറ്റീവ് ലോ കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യും. അപ്പൊ നെഗേഷൻ പി ഓർ പി വന്നു. ദെൻ ഈ ഓറിനെ നമ്മൾ ഇവിടെ എഴുതി. അടുത്തത് നെഗേഷൻ ക്യൂ ഓർ ക്യൂ. രണ്ട് ലോയും കൂടെ, അസോസിയേറ്റീവ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ്, ഒന്നിച്ച് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അപ്പം ഈ ടേമും കൂടെ നമ്മൾ ഒന്നിച്ച് എഴുതി. ദെൻ ഈ ടേമും കൂടെ ഒന്നിച്ച് എഴുതി. അപ്പൊ പി നെഗേഷൻ പി ഓർ പി. അപ്പൊ ഇവിടെ ഓർ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, ട്രൂ ആയിരിക്കും. ഇവിടെ അടുത്തതുപോലെ നെഗേഷൻ ക്യൂ ഓർ ക്യൂ, ഇവിടെയും ഓർ ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ട്രൂ ആണ്. സോ ഫൈനൽ ആൻസറും ട്രൂ ആയിട്ട് കിട്ടി. നമുക്കപ്പോൾ പറയാം ഇറ്റ് ഈസ് എ ടോട്ടോളജി.